ഇന്ന് നമ്മളിന്നാൾ ഇവിടെ ഈ പാടത്തായിരുന്നു നമ്മൾ വല വെച്ചത്. നേരെ പാടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഈ തോട്ടി വല വെക്കാനുണ്ട്. തോട്ടി നല്ല വെള്ളക്കൂടുതലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയതാണ്. തോട്ടിലെ വെള്ളക്കൂടുതൽ കാരണം ഞങ്ങൾ 3 പേരുണ്ട് ഇന്ന്. ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഈ പുറം തോട്ടിൽ വല വെക്കുന്നത്. ഞങ്ങൾ 3 പേരുണ്ട്. അവരവിടെ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. വിനീഷും ഉണ്ട്, കുരുന്നനും ഉണ്ട്. ഇതിനകത്ത് ഒന്നുമറ്റം വരാലൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. അല്ല വേറെ ഒന്നും കാണുന്നില്ല. നമ്മളിച്ചിരി നല്ല ദൂരം പിടിക്കും. ഞങ്ങൾക്ക് ആനന്ദായിരിക്കും ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് ഇവിടെ വെക്കുന്നത്. ഇവിടെ വെച്ചിട്ട് എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. എന്തായാലും കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസമായി പോയിട്ട്. ഇതിനിടയ്ക്ക് ഞാനും കുരുന്നനും ഒക്കെ ഇടയ്ക്ക് വള്ളം ഓടിച്ച് പോയിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. ഈ വെള്ളക്കൂടുതൽ കാരണം നമുക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ല. അവർ 2 പേരും കൂടി വെട്ടി ഇതുണ്ട്. ഇങ്ങനെ നമ്മളൊരു പാടിടുക. ഈ പാടിട്ട് ഇതുവഴിയാണ് വല വലിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ വല വലിച്ച് ഈ വല ഇപ്പോൾ ഈ കിടക്കുന്ന വല നമ്മൾ ഇവിടെ ഇറക്കുന്നത്. ഇത് തെളിഞ്ഞ വല നമ്മൾ ഇറക്കുന്നത്. തോട്ടി വെക്കുമ്പോൾ നമ്മളെപ്പോഴും തെളിഞ്ഞ വല ഉപയോഗിക്കുന്നു. ഈ തെളിഞ്ഞ വല നേരെ ഇറക്കി ഇതിങ്ങനെ ഈ പോള മൊത്തം നമ്മുടെ ഈ വലയ്ക്കകത്താക്കും. അടുത്ത പരിപാടി വല കയറ്റുക, വലിച്ചിതിങ്ങനെ കൊള്ളിച്ചിങ്ങി വെക്കുക. ഇതിനകത്തായിരിക്കും നമ്മൾ ഈ മീനെ ഓടിച്ച് ഇതിനകത്തായിരിക്കും കയറ്റി നിർത്തുന്നത്. മീൻ എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ച് ഇതിനകത്ത് കയറ്റിയിട്ട് നമുക്ക് വേറെ ഒരു വല എടുത്തിട്ടുണ്ട് നമ്മളിവിടെ പുറകെ തടയാനായിട്ട്. ഈ വരാലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വല ഇടിച്ചിട്ട് നേരെ തിരിച്ച് റിട്ടേൺ പോകും. ഒരെണ്ണം തിരിച്ചു പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു വല ഇറക്കും. ഇവിടെ ആദ്യം ഒരെണ്ണം ഇറക്കി കൊള്ളിച്ച് നോക്കട്ടെ. ഒരു കുപ്പിയുണ്ട്. കുരുന്നം വരക്കാം. അടി കയറ്റി പിടിയണം. ഇങ്ങോട്ട് അടി വലിച്ച് കയറ്റാവാടാ. അടി വലിച്ച് കയറ്റിട്ട് മേടിയിൽ നിന്ന് വിളിക്കാൻ വേണം. വലിച്ച് കയറിക്കോ. മേളിട്ടോ. ഈ കുരുന്നം കൂടി അടി വലിക്കാൻ തരും. ഞാൻ ഇവിടുന്ന് ഒറ്റടിക്ക് വലിക്കാം. ആട്ടി വലിക്കണേ. ആട്ടി വലിച്ചോ. നമ്മുടെ വലയെല്ലാം കയറ്റിട്ടുണ്ട്. വലയിൽ പുറമൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള പണിയാണ്. അപ്പോൾ വല 2 സൈഡിൽ നിന്ന് വലിച്ച് കുത്തിയിട്ടിരിക്കും. ഇപ്പോൾ ഈ പുറമൊക്കെ ഒന്ന് വലിച്ചു വിട്ട് മീനൊന്നും നിൽക്കണം. ഇപ്പോൾ വല വലിച്ചപ്പം ഒരു ചെറിയ വരാൽ വലക്കകത്ത് ചാടിയായിരുന്നു. ഒരെണ്ണം ചാടിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഇതൊന്നും കാണിക്കത്തില്ല. പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തുണ്ടെന്നൊന്നും. വെള്ളത്തിൽ കിടക്കുന്ന മീനായുണ്ട്. ബാക്കി നമുക്ക് വല മൊത്തത്തിൽ കുത്തി നോക്കാം. ഇതുണ്ട്. അവർ 2 പേരും ഇവിടെ കുത്തി വെച്ച് നമ്മൾ ഇത്രയും കറക്കി ആ ഒരു ചെറിയ വരാൽ നമ്മൾ അവിടെ ഓടിച്ചെന്നപ്പം അവിടെ അത് ചാടിയായിരുന്നു. ചെറിയ വരാല, വലിയ വരാലൊന്നും അല്ല. ഇനി നമുക്ക് അവിടം തൊട്ടുള്ള പണിയാണ് ഇനിയുള്ള. ഇവിടുന്ന് അങ്ങേറ്റം വരെ ഉണ്ട്, അവിടം വരെ ഉണ്ട് വര. ഈ പോള ഇത് മൊത്തം വെട്ടി മാറ്റണം. ഇത് വെട്ടി മാറ്റിയിട്ട് വേണം നമുക്ക് വല വെക്കാൻ. ഇവിടെ ഈ ഭാഗം കണ്ടൊരു വല വെക്കാനുണ്ട്. ഈ പോള അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ഇവിടുന്ന് വേണം ഒരു പുറവല വെക്കാനുണ്ട്. നമ്മുടെ മനസ്സിൽ പ്ലാനിലില്ലാത്ത സാധനമായിരുന്നു. ഇപ്പോൾ വന്ന പ്ലാനാണ്. ഇപ്പം ആ വലക്കകത്തൊരു വരാല് ചാടി കൊണ്ടുള്ള പ്ലാനില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യാന്ന് ഓർക്കുക. നമ്മുടെ പ്ലാനെല്ലാം മൊത്തത്തിൽ മാറ്റി ഞങ്ങളിപ്പോൾ ഇത്രയും തെളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇറക്കാൻ പോകുന്ന നമ്മൾ ഈ പാടത്തിറക്കി ഞങ്ങളൊരു പറ്റുവലയുണ്ട്, ചെറിയൊരു തടവല ഉണ്ടാക്കി.
അന്നേരം ഈ തടവല ഈ സൈഡിലോട്ട് ഇറക്കാൻ പോകും. എന്നിട്ട് വരാലുണ്ടെങ്കിൽ പുറന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും പുറന്നോട്ടേ അത് നിൽക്കത്തുള്ളൂ. പുറന്നോട്ട് പോകാൻ വേണ്ടി ഒരു വല ഇങ്ങോട്ട് തടഞ്ഞു വെക്കാൻ പോകും. ഈ തടഞ്ഞു വെച്ചിട്ട് വേണം അടുത്ത പോള വലിച്ച് ഇറക്കാനായിട്ട്. അത് ഈ വല ഇറക്കട്ടെ. നാളത്തെ കഴിഞ്ഞ് പോയി പണിയില്ലേ അല്ല വെള്ളം കൂടുതൽ റെക്കോർഡെന്ന് പറയാ കുഞ്ഞുവട്ടം. ഇവിടുന്ന് അങ്ങോട്ട് വെട്ടി പോവാം. ദാസാനം എന്റെ പൊന്നു നല്ല സുഖം അത്. നമ്മളിത് ഇത്രയും നേരത്തെ പണിയോടുകൂടി നമ്മൾ ഇത്ര സ്ഥലം തെളിച്ചു. അങ്ങനെ തെളിച്ചു വന്നു. അവിടുന്ന് തെളിച്ച് നമ്മൾ ഇവിടം വരെ നമ്മൾ അവിടം തൊട്ട് തെളിച്ച് ഇവിടം വരെ തെളിച്ച് ഇനി നമുക്ക് കുറച്ചുകൂടിയേ ഉള്ളൂ. കൂടി വന്നാൽ ഒരു ശകലം ദൂരത്തെ പണി കൂടി. അന്നേരം നമ്മൾ വെച്ചിരിക്കുന്ന പുറവല വെച്ചിരിക്കുന്ന ആ വല ഇനി ഇവിടെ കൊണ്ടുവരണം. ഒന്ന് രണ്ട് കൈക്കൊക്കെ ഇടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അവിടെ പുറവല വെച്ചിരിക്കുന്നത് ചില പോളെല്ലാം തള്ളി നമ്മൾ അവിടെ വെച്ചിരിക്കും. ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷെ വലിയതായിട്ട് കാര്യമൊന്നും വെള്ളം എടുത്ത് കാണുന്നില്ല ഇവിടെ. പിന്നെന്തെങ്കിലും ഈ വരാല് കിട്ടിയല്ലേ ചെറിയ ചെമ്പല്ലിയൊക്കെ അവിടെയൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്, അല്ലാതെ വേറൊന്നും ഇല്ല. ഇപ്പം ആ വല വലിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്കിനി ഈ പോള കൂടി ഇറക്കാനായിട്ട്. അന്നേരം അറിയാം നമ്മുടെ വലക്കകത്ത് എന്തുണ്ടെന്നും നമുക്ക് എന്ത് കിട്ടപ്പോരുണ്ടെന്നും. കൊക്കും കുരുന്നനും കഥയുടെ പേരാ. കൊക്കും കുരുന്നനും പനിയാന്ന് തോന്നുന്നു. പനി ഇത് പനി അടിച്ചാന്ന് തോന്നുന്നു. ഞാൻ പറക്കുന്നില്ല. ഓക്കെ പറഞ്ഞു പേടിയില്ല. നമ്മുടെ ഏകദേശം ഒരു 90% പണി കഴിഞ്ഞിരിക്കുക. ഇത് കണ്ട നമ്മളിപ്പോൾ അവിടെ കൊണ്ടൊരു തടവല വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഈ കാണുന്ന പോള കൂടി തള്ളി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വല പൊക്കാം. അങ്ങനെ നമ്മൾ ഇത്ര നേരം പണിത് വന്നിട്ട് ഒരു ചേറുമീനും 1-2 ചെറിയ ചെമ്പല്ലിയാണ് കിട്ടിയത്. നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല, കയ്യിലും തട്ടിയിട്ടില്ല. ചെറുമീൻ ചെറിയ മീൻ, അത്ര വലിയ ചെറിയ മീൻ 1/2 കിലോ 3/4 കിലോ ഉള്ള ചെറിയ മീനാണ്. അല്ല അത്ര വലുതൊന്നുമല്ല. പിന്നെ ചെറുമീൻ എന്നുള്ള പേരേ ഉള്ളൂ. വല നമ്മളിത് ഇവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുക. അന്നേരം ഇതിനകത്ത് ഇങ്ങനെ പോള ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോള നമ്മൾ ഇവിടുന്ന് ഇത് പുറത്തിറക്കും. ഈ പുറത്തിറക്കാൻ നേരത്ത് എന്തെങ്കിലും വരാലുണ്ടെങ്കിൽ വല ഇടിച്ച് പോകാതിരിക്കാൻ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ 100 പോള ഇട്ടിരിക്കുന്നത്. ഇതുകൂടി വലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ആ സൈഡ് അവർ വെട്ടിത്തീർന്നു. ഇനിയിപ്പോൾ അവിടുന്ന് കൂടി നമ്മൾ കയറിട്ട് വലിച്ചിറക്കിയാൽ മാത്രം മതി. കാണോ നമ്മുടെ 2 വലയും മറിച്ചിട്ടിരിക്കുക. 2 വല ആദ്യം നമ്മൾ ഈ പുറകിൽ കൊണ്ടുവന്ന വലയാണ് നോക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ ഓടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വലയും മറിച്ചിട്ട് ഈ വലയും മറിച്ചിട്ട് ഇതിനകത്ത് മീനുണ്ടോ നോക്കട്ടെ. ഒരു ചെമ്പല്ലി. ഓ ചെറിയ കളയുന്നില്ല.
ഇതുണ്ടോ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ചീറുമീൻ്റെ പടപ്പും 2 ചെമ്പല്ലി. ഇപ്പോൾ ഒരു ചെറിയ ചെമ്പല്ലിയാണ് കീറിയ പുറകിലേക്ക്. അതിനകത്തൊന്നും ഇല്ലല്ലോടാ. ചേട്ടന്മാരെ നമ്മൾ വെറുതെ വിട്ടിരിക്കണം. ഒരു ചാടിയന്മാരും തിരിച്ചു കയറിയൊന്നുമില്ല വരാൻ. മറന്നു നോക്കണം. നേരെ ഉണ്ട്. നെയ്യും വില പൊക്കാൻ പോവാണ് നമ്മൾ. ജാമ്പൂൻ്റെ അഭിപ്രായം എന്താ? എന്നാടാ അരുവാൾ എന്താ കിടക്കുന്നേരാ അവിടെ? അരുവാളല്ലേ? നമുക്ക് നേരെ വലിച്ച് ഇങ്ങോട്ട് ഇറക്കിയാൽ പുറത്തോട്ട്. ഇവിടെ പറയാൻ അതേ സത്യം വയ്യത്തൊരു കുറേ ഇപ്പോഴാണ് ഇവിടുന്ന് പിടിക്കണം. എന്നാടാ ഇല്ല കളഞ്ഞു. ഇതാണ് നമ്മുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത്. ഇത്ര നേരം നമ്മൾ സിമ്പിളായിട്ട് പോളകള്ളി വന്നു. ഇത് മൊത്തം വരച്ച് കയറണം കരക്ക്. അയ്യോ കടയിൽ തീർട്ടാ. ഇതിനകത്ത് വിനീഷ് പറഞ്ഞിരിക്കുന്നേ 4 ചെറിയ കാണുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്നത് 2 എണ്ണം കാണുന്നു. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ 2 എണ്ണം കൂടി കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പറയുന്നത് ഒരു നേരം വല്ലതും പറയണ്ട. 5 എണ്ണം ഇത് പറയണം, ഉറപ്പ് പറയണം. ചുമ്മാ പറഞ്ഞിട്ട് കാര്യം. 5 എണ്ണം ഞാൻ പറഞ്ഞ 2 എണ്ണം കാണും. ഉഴുന്നൻ്റെ വക 5 എണ്ണം. സമ്മാനം പോലെ ഉണ്ടോ അതിന്? നിങ്ങൾക്ക് സമ്മാനമൊന്നുമില്ല. മീൻ കിട്ടിയാൽ കൂലി. സമ്മാനം നമ്മൾ വേറൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. സമ്മാനമല്ല, നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടേ ഫോൺ നമ്പർ കഴിഞ്ഞൊരു വീഡിയോക്കകത്താണ് നമ്മൾ ഫോൺ നമ്പറൊക്കെ ഇടുന്നത്. അന്നേരം നമ്മുടെ ചാനൽ കാണുന്ന ഒരാൾ എന്നെ വിളിച്ചു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം ഇച്ചിരി മുന്നേ വിളിച്ചത്. അന്നേരം പുള്ളി പറഞ്ഞ പുള്ളിക്ക് ഒരു 4 കിലോ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പം വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പാടത്തൊക്കെ കൃഷി ആയതുകൊണ്ട് ഇപ്പോൾ ഇല്ല. ഇനി എവിടുന്നെങ്കിലും ഈ ഇടയ്ക്ക് അടുത്തെങ്ങാനും നമ്മൾ കിട്ടുവാണെങ്കിൽ പുള്ളിക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചതാണ്. നമ്മൾ 4 കിലോ വരാൽ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ ഫ്രീ ആയിട്ട് കൊടുക്കുക. അല്ല വിനീഷ, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമല്ലേ? എവിടുന്ന് കിട്ടിയാലും നമ്മൾ കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഉടനെ ഇല്ല, എന്നാലും നമ്മൾ എവിടുന്ന് കിട്ടിയാലും കൊടുക്കും. ഇപ്പോൾ കുറച്ച് കിട്ടിയാൽ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടാണ് പുള്ളിക്ക് കൊടുത്തിരിക്കും. പുള്ളി ഇപ്പം നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇച്ചിരി മുന്നേ വിളിച്ചതേ ഉള്ളായിരുന്നു. ആദ്യമായിട്ട് നമ്മളോട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ഞങ്ങൾ 3 പേരുടെ പണിക്ക് ഉള്ള ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് ചെമ്പല്ലി, ഒരു
ഒരു ചെറുമീൻ ഒരു ചെറുതാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു ശകലം കാരി, ഇച്ചിരി വരാൽ, എല്ലാം കറങ്ങി കുറിച്ച് 10-300 വെച്ച് ഒരാൾക്ക് കിട്ടുമായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും അത്രേ കിട്ടത്തുള്ളൂ. തൊഴിലുറപ്പിന് പോയിരുന്നേ അവർക്ക് വെറുതെ ഇരുന്നാൽ കിട്ടുമായിരുന്നില്ല 10-350 രൂപ. ഇത്തരം പോളകളിൽ തെളിച്ചിട്ടാണ് നമുക്ക് കിട്ടിയ മീനായത്. അതിനകത്ത് ഞാൻ 2 ചെറുമീൻ കൂടി പ്രതീക്ഷിച്ചു, പക്ഷേ ഒരു ചെറുമീൻ ഉണ്ടായിരുന്നു. ഒരു ചെറുമീൻ കിട്ടി. എന്തായാലും കുഴപ്പമില്ല, കിട്ടിയതൊക്കെ തന്നെ ഭാഗ്യം. ഇനി അടുത്ത കാലം എന്തായാലും നമ്മൾ ഒന്ന് കുറവാന്ന് പറഞ്ഞ് നമ്മൾ മടിച്ചിരിക്കുന്നില്ല. എന്തായാലും കുറച്ച് ദിവസം നമ്മൾ വെറുതെ ഇരുന്നിട്ട് കിട്ടിയതാണ്. കണ്ട നേരെ വഴി പോകുന്ന നേരെ. ഇതാണ് നമുക്ക് കിട്ടിയൊരു ചെറുമീൻ. പിടിച്ചിട്ടു. വരാലൊക്കെ നല്ല സൈസ് വരാല്. വരുന്ന പിടിച്ചിട്ടോ. വരാലൊക്കെ നല്ല സൈസ് വരാല്. ഒന്നൊറ്റൊക്കെ ഉള്ളു ചെറുത്. നാടൻ വരാലാണല്ലേ? ചെറുതാണ് നമുക്ക് ആദ്യം കിട്ടിയത് ഓർമ്മ അല്ലേ? അതേ ഉള്ളൂ. അതെ നമുക്ക് കരിമീൻ പിടിച്ചു. കാരുടെ വലിപ്പം കൂടി ഒന്ന് കാണിച്ചാൽ ആ വലിപ്പമുള്ള കരുതി ഇതിൻ്റെ മുന്നിൽ കിടച്ചു. കണ്ടോ കാരിയെ കണ്ട? ഇത് കണ്ട നല്ലത്. നമുക്ക് ഈ തോട്ടിൽ നിന്ന് കിട്ടുന്ന കാരിയുടെ നീളം ഇതാ. അത് കുറച്ച് കാര്യമേ ഉള്ളൂ, പക്ഷേ കാരിയാണ്. പക്ഷെ നമ്മൾ പാടത്ത് നിന്ന് ഇത്രയും വലിയ കാരിയെ കിട്ടത്തില്ല നമുക്ക്. പാടത്ത് എപ്പോഴും ഒരു 100 കാരി കിട്ടിയാൽ അതിനകത്ത് 1-2 കാരി കാണത്തുള്ളൂ ഈ വലിപ്പത്തിലുള്ള. എന്നുവെച്ചാൽ തോട്ടിലെ കാരി എപ്പോഴും നല്ല വലിയ സൈസ് കാര്യമായിരിക്കും, നല്ല ഉരുണ്ട കാരി, നല്ല തീറ്റിയെടുക്കുന്ന കാര്യമാണ്. അവസാനിച്ചിരിക്കുകയാണ്. കഥകളിക്ക് 5 മിനിറ്റ് നമ്മളുടെ കിട്ടും. ഇങ്ങനെ ഒറ്റ പോരും. കാരി ഇവിടെ ഉടക്കട പോരും. ഇപ്പം കീറി കിട്ടിയാനായിരുന്നു. തിരിച്ചങ്ങോട്ട് ഉള്ളു പിടിക്കണം. അത് അക്കമ്മ തട്ടി പിടിക്കാം. എല്ലാത്തിനും പരിചയിട്ടില്ല. സാധനം കാലൊക്കെ ഉണ്ട്. അപ്പം ദേ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിച്ച്. എന്നുവെച്ചാൽ നമുക്ക് കിട്ടിയ മീനാണ് അതൊക്കെ. കുറച്ച് ഒരു വലിയ ചെറുമീനും ഒരു ചെറിയ ചെറുമീനും കിട്ടി. കുറച്ച് വരാൽ, കുറച്ച് കാരി, കുറച്ച് ചെമ്പല്ലി. എന്തായാലും ഇനി അടുത്ത ദിവസം നമ്മുടെ ഇനി കണ്ടിന്യൂ നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും. ഇത്ര നാളും വീഡിയോ ഇല്ലാത്തതാണ് എല്ലാവരും. ഇനി കണ്ടിന്യൂ നമ്മുടെ വീഡിയോ എന്തായാലും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് കുറച്ച് വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മീൻ എത്ര കുറവാണെന്നും കുഴപ്പമില്ല. ആദ്യമായിട്ട് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മളത് എന്തായാലും അല്ലേ 4 കിലോ വരാലാണ് ചോദിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ. അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് എപ്പോൾ കിട്ടിയാലും നേരെ വിളിച്ച് എൻ്റെ വാട്സപ്പിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് വേണം, കമൻറ്റ് നോക്കിയിട്ട് എന്തായാലും എപ്പോൾ കിട്ടിയാലും പുള്ളിക്ക് കൊടുക്കുക. അന്നേരം ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.